ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ ഏത് ന്യായാധിപനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ജഫ്തയുടെ പിതാവ് ആരായിരുന്നു? ഗിലെയാദ് ആയിരുന്നു അവന്റെ പിതാവ്. 11-ാം അധ്യായം 1-ാം വാക്യം. ഞങ്ങളുടെ പിതാവിന്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പാടില്ല. നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ. ജഫ്തയെ പുറന്തള്ളിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞതാര്? ഗിലെയാദിന് സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ. 11-ാം അധ്യായം 2-ാം വാക്യം. ജഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി ചെന്ന് താമസിച്ച സ്ഥലമേത്? തോബ്. 11-ാം അധ്യായം 3-ാം വാക്യം. ജഫ്തയോട് ചേർന്ന് കൊള്ള ചെയ്തു നടന്നിരുന്ന ആര്? ഒരു നീചസംഘം. ഹെഷ്ബോണിലെ അമോരി രാജാവ് ആരായിരുന്നു? സീഹോൻ. ഇസ്രായേൽ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് അപേക്ഷിച്ചതെന്ത്? ഉത്തരം: നിങ്ങളുടെ ദേശത്തുകൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം. 11-ാം അധ്യായം 19-ാം വാക്യം. തന്റെ ദേശത്തുകൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം കാണിക്കാതിരുന്ന അമ്മോന്യ രാജാവേത്? സീഹോൻ. 11:20. ഇസ്രായേലിനോട് പൊരുതാൻ സീഹോൻ താവളം അടിച്ചത് എവിടെ? യാഹസിൽ. 11-ാം അധ്യായം 20-ാം വാക്യം. ആരാണ് സീഹോനെയും അവന്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചത്? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്. സീഹോനെയും അവന്റെ ജനത്തെയും തോൽപ്പിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്തത് ഏത് ദേശമാണ്? അർണോൻ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമോര്യരുടെ ദേശം മുഴുവൻ. തന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് അമോര്യരെ തുരത്തിയത് ആരാണ്? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്. 11-ാം അധ്യായം 23-ാം വാക്യം. അമോര്യരുടെ ദൈവം ആരാണ്? കേമോഷ്. മോവാബ് രാജാവായ സിപ്പോറിന്റെ പുത്രന്റെ പേരെന്ത്? ബാലാക്ക്. 12-ാം അധ്യായത്തിൽ ചോദ്യങ്ങളടുത്ത് യുദ്ധത്തിനൊരുങ്ങിയ എഫ്രൈംകാർ എവിടേക്കാണ് പോയത്? സഫോണിലേക്ക്. 12-ാം അധ്യായം 1-ാം വാക്യം. അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ട്? നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും. ജഫ്തയോട് ഇങ്ങനെ പറഞ്ഞതാരാണ്? എഫ്രൈംകാർ. എഫ്രൈംകാർ തന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ താൻ എങ്ങനെ അമ്മോന്യർക്കെതിരെ ചെന്നുവെന്നാണ് ജഫ്ത പറഞ്ഞത്. തന്റെ ജീവൻ കയ്യിലെടുത്ത്. ആരോട് പറഞ്ഞു? ഞാനും എന്റെ ജനവും അമ്മോന്യരുമായി വലിയ കലഹത്തിലായി. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല. ജഫ്ത എഫ്രൈംകാരോട് പറഞ്ഞു. ജഫ്ത ഗിലെയാദുകാരെ എല്ലാം ഒന്നിച്ചു കൂട്ടി യുദ്ധം ചെയ്തത് ആരോടാണ്? എഫ്രൈമിനോട്. ഗിലെയാദുകാർ എഫ്രൈംകാരെ തകർത്തു കളഞ്ഞതിന് കാരണമെന്ത്? ഗിലെയാദുകാർ എഫ്രൈമിന്റെയും മനാസ്സയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രൈംകാർ പറഞ്ഞു. എഫ്രൈംകാരോട് എതിർത്ത് ഗിലെയാദുകാർ പിടിച്ചെടുത്തതെന്ത്? ജോർദാന്റെ കടവുകൾ. എഫ്രൈമിൽ നിന്ന് ഒരു അഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ അവനോട് ഗിലെയാദുകാർ ചോദിക്കുന്നത് എന്ത്? നീ ഒരു എഫ്രൈംകാരനോ? നീ ഒരു എഫ്രൈംകാരനോ എന്ന ചോദ്യത്തിന് അല്ല എന്ന അഭയാർത്ഥി ഉത്തരം പറഞ്ഞാൽ അവനോട് ഉച്ചരിക്കാൻ പറയുന്ന വാക്ക് ഏതായിരുന്നു? സിബ്ബോലത്ത്. 12-ാം അധ്യായം 6-ാം വാക്യം. സിബ്ബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാതെ സിബ്ബോലത്ത് എന്ന് പറയുന്നവനെ ഗിലെയാദുകാർ പിടിച്ച് കൊന്നിരുന്നത് എവിടെ വെച്ച്? ജോർദാന്റെ കടവുകളിൽ വെച്ച്. സിബ്ബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാത്തതിനാൽ വധിക്കപ്പെട്ട എഫ്രൈംകാർ എത്ര? 40,000 എഫ്രൈംകാർ. ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? 6 വർഷം. ഗിലെയാദുകാരനായ ജഫ്ത അടക്കപ്പെട്ടത് എവിടെയാണ്? സ്വന്തം പട്ടണമായ ഗിലെയാദിൽ. ആരാണ് ജഫ്തയ്ക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഇബ്സാൻ. ഇബ്സാൻ ഏത് നാട്ടുകാരനായിരുന്നു? ബേത്ലഹേംകാരൻ. ഇബ്സാൻ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി? 7 വർഷം. ഇബ്സാനെ അടക്കപ്പെട്ടത് എവിടെ? ബേത്ലഹേമിൽ. ഇബ്സാനു ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആര്? സെബുലൂൺകാരനായ ഏലോൻ.
ഏലോൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? 10 വർഷം. ഏലോനെ സംസ്കരിച്ചത് എവിടെയാണ്? സെബുലൂൺ ദേശത്ത് അയ്യാലോണിൽ. ഏലോനു ശേഷം ആരാണ് ഇസ്രായേലിൽ ന്യായാധിപനായത്? പിരഥോന്യനായ ഹില്ലേലിന്റെ മകൻ അബ്ദോൻ. അബ്ദോന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? 40 പുത്രന്മാർ. അബ്ദോന് എത്ര പൗത്രന്മാരുണ്ടായിരുന്നു? 30 പൗത്രന്മാർ. അബ്ദോന്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കാനായി എത്ര കഴുതകൾ ഉണ്ടായിരുന്നു? 70 കഴുതകൾ. എത്ര വർഷം അബ്ദോൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി? 8 വർഷം. 13-ാം അധ്യായത്തിലെ ചോദ്യങ്ങൾ. കർത്താവ് ഇസ്രായേൽ ജനത്തെ എത്ര വർഷത്തേക്കാണ് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചത്? 40 വർഷത്തേക്ക്. മനോവ എന്നയാൾ താമസിച്ചിരുന്നത് എവിടെയാണ്? സോറായിൽ. മനോവ ഏതു ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു? ദാൻ ഗോത്രം. നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. ആരോടാണ് പറഞ്ഞത്? കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട്. എന്തു കുടിക്കരുതെന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത്? വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ? എന്തു ഭക്ഷിക്കരുതെന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത്? അശുദ്ധമായതൊന്നും. 14-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. കർത്താവിന്റെ ആത്മാവ് ശക്തമായി ആവസിച്ച സാംസൺ എങ്ങനെയാണ് സിംഹത്തെ ചീന്തിക്കളഞ്ഞത്? ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ. സിംഹത്തിന്റെ ഉടൽ കാണാൻ തിരിഞ്ഞ സാംസൺ എന്താണ് കണ്ടത്? സിംഹത്തിന്റെ ശരീരത്തിൽ ഒരു തേൻകൂട്. 14-ാം അധ്യായം 9-ാം വാക്യം. എത്ര പേരെയാണ് ഫിലിസ്ത്യർ സാംസന് തോഴരായി കൊടുത്തത്? 30 പേരെ. സാംസൺ 30 തോഴന്മാരോടായി ചോദിച്ച കടങ്കഥയുണ്ട്. ഭോക്താവിൽ നിന്ന് ഭോജനവും മലനിൽ നിന്ന് മാധുര്യവും. വിരുന്നിന്റെ എത്രാം ദിവസം ഉത്തരം പറഞ്ഞാൽ ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും തരാമെന്നാണ് സാംസൺ പറഞ്ഞത്. 7 ദിവസത്തിനകം. തന്റെ കടങ്കഥയ്ക്ക് എത്ര ദിവസത്തിനകം ഉത്തരം പറയണമെന്നാണ് സാംസൺ തോഴരോട് പറഞ്ഞത്? വിരുന്നിന്റെ 7 ദിവസത്തിനകം. തന്റെ കടങ്കഥയ്ക്ക് വിരുന്നിന്റെ 7 ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ സമ്മാനമായി എന്തു നൽകാമെന്നാണ് സാംസൺ തോഴരോട് പറഞ്ഞത്? ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും. സാംസന്റെ കടങ്കഥയ്ക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ തോഴർ സാംസന് നൽകേണ്ടിയിരുന്നത് എന്ത്? 30 ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും. സാംസന്റെ കടങ്കഥ എന്തായിരുന്നു? ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. എത്ര ദിവസമായിട്ടും കടങ്കഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല എന്നാണ് ന്യായാധിപന്മാർ 14:14 കാണുന്നത്. 3 ദിവസമായിട്ടും. 7-ാം ദിവസം സൂര്യാസ്തമയത്തിനു മുമ്പ് പട്ടണവാസികൾ വന്ന് അവരോട് പറഞ്ഞത്, തേനിനേക്കാൾ മാധുര്യമുള്ളതെന്ത്? സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര്? കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ സാംസൺ കൊടുത്തതെങ്ങനെ? കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വന്നു. അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ 30 പേരെ കൊന്ന് കൊള്ളയടിച്ച് കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു. 15-ാം അധ്യായത്തിൽ എപ്പോഴാണ് സാംസൺ ഒരു ആട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത്? ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത്. സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കിയതാര്? ഫിലിസ്ത്യർ. സാംസൺ കഴുതയുടെ താടിയിൽ എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേര് റാമാത്ത് ലെഹി. എത്ര വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? 20 വർഷം. 15-ാം അധ്യായം 19-ാം വാക്യത്തിൽ ദൈവം ലേഹിയിൽ ഉള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു, അതിൽ നിന്ന് ജലം പുറപ്പെട്ടു. അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി. അതുകൊണ്ട് അതിന് ഡാഷ് എന്നു പേര് കിട്ടി, എൻഹക്കോർ. സാംസൺ സ്വൈരിണിയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ച്? ഗാസയിൽ വെച്ച്. 16-ാം അധ്യായം 1-ാം വാക്യം. ഗാസ നിവാസികൾ സാംസണെ കൊല്ലുന്നതിനു വേണ്ടി
രാത്രി മുഴുവൻ പതിയിരുന്നതെവിടെ? പട്ടണവാതിൽക്കൽ. ഗാസയിൽ നിന്ന് സാംസൺ എവിടേക്കാണ് പോയത്? ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക്. ദലീല താമസിച്ചിരുന്നത് എവിടെ? സോറേക്കു താഴ്വരയിൽ. സാംസണെ വശീകരിക്കണമെന്ന് ദലീലായോട് ആവശ്യപ്പെട്ടതാര്? ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ. സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും ഫിലിസ്ത്യരുടെ നേതാക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് ദലീലായ്ക്ക് വാഗ്ദാനം ചെയ്ത പ്രതിഫലം എന്തായിരുന്നു? ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ ഓരോരുത്തരും 1100 വെള്ളി നാണയം വീതം. നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക എന്ന ദലീലായുടെ ചോദ്യത്തിന് സാംസൺ മറുപടി പറഞ്ഞതെന്ത്? ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എന്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെ ആകും. 16-ാം അധ്യായം 6-7 വാക്യങ്ങൾ. സാംസണെ ബന്ധിക്കുന്നതിനു വേണ്ടി ആരാണ് ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നത്? ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ ദേവൻ ആരാണ്? ദാഗോൻ. സാംസന്റെ ശക്തിയുടെ രഹസ്യം എന്തെന്നാണ് 16-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നത്. അവൻ രഹസ്യം തുറന്നു പറഞ്ഞു. ക്ഷൗരക്കത്തി എന്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല. ജനനം മുതലേ ഞാൻ ദൈവത്തിന് നാസീർ വ്രതക്കാരനാണ്. മുടി വെട്ടിയാൽ എന്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യനെപ്പോലെയാകും. സാംസന്റെ തലയിൽ എത്ര മുടിച്ചുരുളുകളാണ് ഉണ്ടായിരുന്നത്? 7 മുടിച്ചുരുളുകൾ. സാംസന്റെ കണ്ണ് ചൂഴ്ന്നെടുത്തത് ആര്? ഫിലിസ്ത്യർ. ഫിലിസ്ത്യർ സാംസണെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ഗാസയിലേക്ക്. സാംസണ് കൊടുത്ത ജോലി എന്തായിരുന്നു? മാവ് പൊടിക്കുന്ന ജോലി. മിക്ക ഏത് നാട്ടുകാരനായിരുന്നു? എഫ്രൈം മലനാട്ടിലെ. മകനു വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ എത്ര വെള്ളി നാണയങ്ങളാണ് അമ്മ എടുത്ത് തട്ടാനെ ഏൽപ്പിച്ചത്? 200 വെള്ളി നാണയങ്ങൾ. ആരെയാണ് മിക്ക പുരോഹിതനായി അവരോധിച്ചത്? തന്റെ ഒരു പുത്രനെ. നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനുമായിരിക്കുക. ഞാൻ നിനക്ക് വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. ആരോടാണ് പറഞ്ഞത്? മിക്ക യൂദയായിലെ ബേത്ത്ലേഹേമിൽ നിന്ന് യൂദാ വംശത്തിൽ വന്ന ഒരു ലേവ്യനോട്. കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നുവെന്ന് മിക്ക പറഞ്ഞത് എന്തുകൊണ്ട്? ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട്. മിക്ക പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് എത്ര വെള്ളി നാണയങ്ങളാണ് എടുത്ത് തട്ടാനെ ഏൽപ്പിച്ചത്? 200 വെള്ളി നാണയങ്ങൾ. ലേവ്യൻ മിക്കായ്ക്ക് ആരെപ്പോലെ ആയിരുന്നു? പുത്രനെപ്പോലെ. ബത്ലഹേംകാരനായ ലേവ്യൻ മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കിയപ്പോൾ മിക്ക പറഞ്ഞതെന്ത്? ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു. ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ സോറായിലും എഷ്താവോലിൽ നിന്ന് പുറപ്പെട്ട് എവിടെയാണ് താവളമടിച്ചത്? അവർ യൂദായിലെ കിരിയാത്ത് യയാറിൽ ചെന്ന് പാളയമടിച്ചു. ഇക്കാരണത്താൽ ആ സ്ഥലം മഹനേദാൻ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു. സ്ഥലമേത്? യൂദയായിലെ കിരിയാത്ത് യയാർ. സംഖ്യയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന ജനത ഏത്? ലായിഷിലെ ജനങ്ങൾ. ലായിഷ് എവിടെയായിരുന്നു? ബദ്രേഹോബിലുള്ള താഴ്വരയിലായിരുന്നു ലായിഷ്. ലായിഷുകാരെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം എന്ത്? അവർ സീദോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു. അവർക്ക് ആരുമായും സമ്പർക്കമില്ലായിരുന്നു. ദാൻകാർ ലായിഷ് നഗരം പുതുക്കി പണിത് നൽകിയ പേരെന്ത്? ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിന്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി. ആരെല്ലാമായിരുന്നു ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാർ? മോശയുടെ പുത്രനായ ഗെർഷോമിന്റെ പുത്രൻ ജോനാഥാനും പുത്രന്മാരും. പ്രവാസകാലം വരെ
ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നു. ദൈവത്തിന്റെ ആലയം എവിടെ ആയിരുന്നിടത്തോളം കാലമാണ് മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചത്. ഷീലോയിൽ ആയിരുന്നിടത്തോളം കാലം. ദാൻ ഗോത്രക്കാർ ദേശം ഒറ്റുനോക്കുന്നതിന് അയച്ച 5 പേർ യാത്രാമധ്യേ എവിടെയാണ് താമസിച്ചത്? മിക്കായുടെ വീട്ടിൽ. ദേശം ഒറ്റുനോക്കുന്നതിന് പോയ 5 പേർ മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ആരുടെ ശബ്ദമാണ് തിരിച്ചറിഞ്ഞത്? യുവലേവ്യന്റെ ശബ്ദം. ദേശം ഒറ്റുനോക്കുന്നതിന് പോയ 5 പേർ മിക്കായുടെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് എത്തിച്ചേർന്നത് എവിടെ? ലായീഷിൽ. ലായീഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ 5 പേർ മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവലേവ്യന്റെ അടുത്ത് ചെന്ന് കുശലം ചോദിക്കുന്ന സമയത്ത് പടിവാതിൽക്കൽ നിന്നിരുന്നതാര്? പടക്കോപ്പുകൾ അണിഞ്ഞ 600 ദാൻകാർ. എഫ്രയീം മലനാട്ടിന്റെ ഉൾപ്രദേശങ്ങളിൽ വന്നു താമസിച്ചിരുന്ന ഒരു ലേവ്യൻ ഉപനാരിയെ സ്വീകരിച്ചത് എവിടെ നിന്നായിരുന്നു? യൂദായിലെ ഒരു ബേത്ത്ലേഹേംകാരിയെ ഉപനാരിയായി സ്വീകരിച്ചു. ലേവ്യനോട് പിണങ്ങി യൂദായിലെ ബേത്ത്ലേഹേമിലുള്ള തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരികെ പോയ അവന്റെ ഉപനാരി എത്ര കാലമാണ് അവിടെ താമസിച്ചത്? ഏകദേശം 4 മാസം. അനുനയം പറഞ്ഞ ഉപനാരിയെ തിരികെ കൊണ്ടുവരാൻ ഇറങ്ങി തിരിച്ച് ലേവ്യന്റെ കൂടെ ഉണ്ടായിരുന്നതാര്? ഒരു വേലക്കാരൻ. ഉപനാരിയുടെ പിതാവിന്റെ ഭവനത്തിലെത്തിയ ലേവ്യനെ സന്തോഷത്തോടെ സ്വീകരിച്ചതാര്? യുവതിയുടെ പിതാവ്. അമ്മായിയപ്പൻ നിർബന്ധിച്ചതനുസരിച്ച് എത്ര ദിവസം ലേവ്യൻ അവിടെ താമസിച്ചു എന്നാണ് ന്യായാധിപന്മാർ 19:4 കാണുന്നത്? 3 ദിവസം. അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം. എത്രാം ദിവസം പ്രഭാതത്തിലാണ് യുവതിയുടെ പിതാവ് ലേവ്യനോട് ഇങ്ങനെ പറഞ്ഞത്? 4-ാം ദിവസം പ്രഭാതത്തിൽ. ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക, വെയിലാറുന്നതുവരെ താമസിക്കുക. എത്രാം ദിവസമാണ് യുവതിയുടെ പിതാവ് ലേവ്യനോട് ഇങ്ങനെ പറഞ്ഞത്? 5-ാം ദിവസം. ലേവ്യനും കൂട്ടരും വൃദ്ധന്റെ വീട്ടിൽ സന്തുഷ്ടചിത്തരായിരിക്കുമ്പോൾ വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ചതാരാണ്? നഗരത്തിലെ ചില ആഭാസന്മാർ. ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേൽ ജനം ഗിലെയാദ് ദേശക്കാരും ചേർന്ന് ഏകമനസ്സോടെ എവിടെയാണ് കർത്താവിന്റെ മുമ്പിൽ ഒരുമിച്ചുകൂടിയത്? മിസ്പായിൽ. ഖഡ്ഗധാരികളുടെ ആ കാലാൾപ്പട എത്ര പേരടങ്ങിയതായിരുന്നു? 4,00,000. ലേവ്യനും ഉപനാരിയും രാത്രിയിൽ താമസിക്കാൻ ചെന്ന സ്ഥലമേത്? ബെഞ്ചമിൻ ഗോത്രത്തിന്റെ അധീനതയിലുള്ള ഗിബെയായിൽ. ഇസ്രായേൽ ജനം എവിടെ എത്തിയതാണ്? തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ദൈവത്തോട് ആരാഞ്ഞത്? ബേഥേലിൽ എത്തിയപ്പോൾ. ബെഞ്ചമിൻ ഗോത്രക്കാർ 2-ാം ദിവസം ഗിബെയയിൽ നിന്ന് വന്ന് എത്ര ഇസ്രായേൽക്കാരെ വധിച്ചു? ഖഡ്ഗധാരികളായ 18,000 ഇസ്രായേൽക്കാരെ. ദൈവത്തിന്റെ വാഗ്ദാന പേടകം അന്നാളുകൾ അവിടെയായിരുന്നു. എവിടെ? ബേഥേലിൽ. ആരായിരുന്നു പുരോഹിതൻ? അഹരോന്റെ പുത്രനായ എലയാസാറിന്റെ പുത്രൻ ഫിനെഹാസ് ആയിരുന്നു അന്ന് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത്. ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം ദൈവത്തോട് ആരാഞ്ഞത് എവിടെ വെച്ച്? ബേഥേലിൽ വെച്ച്. ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ ആര് ആദ്യം പോകട്ടെ എന്നാണ് കർത്താവ് അരുളിച്ചെയ്തത്? യഹൂദാ. യുദ്ധത്തിന്റെ 2-ാം ദിവസം ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബെയായിൽ നിന്ന് വന്ന് എത്ര ഇസ്രായേൽക്കാരെ വധിച്ചു? ഖഡ്ഗധാരികളായ 18,000 ഇസ്രായേൽക്കാരെ. എലെയാസാർ ആരുടെ പുത്രനായിരുന്നു? അഹരോന്റെ. മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ട 600 പേർ എത്ര നാൾ അവിടെ താമസിച്ചു? 4 മാസം. ന്യായാധിപന്മാർ 21:2 പ്രകാരം ഇസ്രായേൽക്കാർ എപ്പോൾ വരെയാണ് ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത്? സായാഹ്നം വരെ. ജനം കർത്താവിന് ഏതൊക്കെ ബലികളാണ് അർപ്പിച്ചത്? ദഹനബലികളും സമാധാന ബലികളും. മിസ്പായിൽ കർത്താവിന്റെ സന്നിധിയിൽ സമ്മേളനത്തിന് സന്നിഹിതരാകാതിരുന്നത് എവിടെ നിന്നുള്ളവരായിരുന്നു? യാബേഷ് ഗിലെയാദിൽ നിന്ന്. ആരിൽ നിന്നാണ് ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ പിരിച്ചു കൊണ്ടുപോയത്?
നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന്. നൃത്തം ചെയ്യാൻ വന്നിരുന്ന യുവതികൾ എവിടെ നിന്നുള്ളവരായിരുന്നു? ഷീലോയിലുള്ളവർ. റിമ്മോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ഭാര്യമാരെ നൽകിയത് ഏത് ഗോത്രത്തിൽ നിന്നാണ്? യാബേഷ് ഗിലെയാദിൽ നിന്ന് ജീവനോടെ രക്ഷിച്ച സ്ത്രീകളെ.